ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളെ ഹെന്ന ബേസിക്സിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഒരു ഗ്രിഡ് മോഡലാണ്. ഈ ഗ്രിഡ് ഏകദേശം എല്ലാവർക്കും ഹെന്ന ഡിസൈൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രിഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അധികം ആൾക്കാരും ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെയാണ് ഗ്രിഡ് വരയ്ക്കുക. ഒരു തിക്ക് ലൈൻ ഒറ്റ തിക്ക് ലൈനായിട്ട് തന്നെ വരച്ച് ഒരു നീറ്റ്നെസ്സും ഇല്ല, പെർഫെക്ഷനും ഇല്ല. അങ്ങനെ ഒറ്റ ലൈൻ വരച്ച് എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഉള്ളിലത്തെ ലൈൻസൊക്കെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഈ ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ ഫസ്റ്റ് നമ്മൾ തിക്ക് ലൈൻ വരയ്ക്കുക. തിക്ക് ലൈൻ വരയ്ക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണ് തിക്ക് ലൈൻ. നമ്മൾ അങ്ങനത്തെ തിക്ക് ലൈൻസ് വരയ്ക്കുക. അങ്ങനെ നമ്മൾ തിക്ക് ലൈൻസ് വരച്ച് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഹെന്ന ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഹെന്ന ഡിസൈൻ പഠിക്കണം, അല്ലെങ്കിൽ ഹെന്ന ഇടാൻ തീരെ അറിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ്, പിന്നെ കുറച്ചുകൂടി ഒന്ന് ഡിസൈൻസ് പെർഫെക്റ്റ് ആക്കണം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 10 ഡേയ്സ് ഓൺലൈൻ ഹെന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾ ഇവിടെ നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ടാണ് വരയ്ക്കുന്നത് നമ്മളെ ഈ ലൈൻസിൻ്റെ ഉള്ളിൽ തിക്ക് ലൈൻസിൻ്റെ അകത്തായിട്ട് കാണുന്ന ഈ ഡിസൈന്, ഈ ഷോർട്ടായിട്ടുള്ള ലൈൻസ്, ആ ലൈൻസ് നമ്മൾ ഒരിക്കലും തിക്ക് ലൈൻസ് ഫില്ല് ചെയ്തതിന് ശേഷം വരക്കരുത്. അന്നേരം നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടൂല. നമ്മൾ ഈ ലൈൻസ് ഫസ്റ്റ് വരച്ചതിന് ശേഷം മാത്രമേ നമ്മളെ തിക്ക് ലൈന് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമ്മൾ ഈ ഡിസൈന് നമ്മൾ വിചാരിക്കുന്ന പോലെ നീറ്റായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഒരു ചെറിയ ഇതിൻ്റെ ഉള്ളിൽ, കള്ളിൻ്റെ ഉള്ളിൽ 4 ലൈൻസാണ് വരാം. പക്ഷെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പവും വന്ന് നമ്മുടെ ഡിസൈന് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോണിൻ്റെ ടിപ്പ് നമ്മൾ ഇതിൽ മുട്ടിച്ച് വരക്കാണ്ടിരിക്കുക ഒരിക്കലും. നമ്മൾ ഈ ടിപ്പ് വിട്ട് നമ്മളവിടെ പ്രഷർ കൊടുത്തിട്ട് ടിപ്പ് താഴെ പ്രസ് ചെയ്യാണ്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് കുറച്ച് മുകളിലോട്ട് പിടിച്ച് വരക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡിസൈൻസ് കുറച്ചുകൂടി നീറ്റാവും. അങ്ങനെ നമ്മൾ ഈ ചെറിയ ചെറിയ ഷോർട്ട് ലൈൻസ് ഫുള്ളായിട്ട് വരച്ചതിന് എന്നാൽ അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തിക്ക് ലൈൻസ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ ഡിസൈൻസിൽ എന്തെങ്കിലും ഡൗട്ട്സാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫില്ല് ചെയ്യുമ്പം ഇതിൽ ഫില്ല് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് കുറച്ചായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതും ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ തോന്നും. നമ്മൾ ഒറ്റയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഡിസൈൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഇതാണ് നമ്മളെ ഇന്നത്തെ ഹെന്ന ക്ലാസ്സിലെ പാർട്ട്.